നമ്മൾ എത്തുമ്പോഴേക്കും ഒരു മണപ്പിക്കാം അല്ലേ? ഇങ്ങോട്ട് മുന്നോട്ടേക്ക് കുഞ്ഞ്, നിങ്ങൾ മുന്നോട്ടേക്ക് രണ്ടാൾ മുന്നോട്ടേക്ക്. പ്രിയപ്പെട്ട സമരസമിതി പ്രവർത്തകരെ, ഇരുതുള്ളിപ്പുഴ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ ബാബുക്ക, മുജീബ്, അജ്മൽ, വാർഡ് മെമ്പർമാരായിട്ടുള്ള ഷംസിദ ഷാഫി, ഷീജ ബാബു, അനിൽ മാസ്റ്റർ, മറ്റ് രക്ഷാധികാരികളെ, സമരസമിതി പ്രവർത്തകരെ, 5 വർഷമായി ഒരു ജനത തുടരുന്ന ഈ പ്രക്ഷോഭ സമരം അതിൻ്റെ അടിയന്തര ഘട്ടത്തിൽ എന്നതോടൊപ്പം തന്നെ നമ്മൾ നടത്തിയിട്ടുള്ള ഓരോ സമരങ്ങളും ഇതുവരെ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ കൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. എന്നാൽ ജീവിക്കാൻ വേണ്ടി ഒരു ജനത ഇനി ഫ്രഷ് കട്ടിലേക്ക് കയറാന്നുള്ള തീരുമാനത്തിലാണ്. അതിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നമ്മുടെ സമരസമിതിയിലെ 2 പ്രവർത്തകരെ അവര് മാന്യമായിട്ട് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കണം, ഈ ഫ്രഷ് കട്ട് കമ്പനി രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഓർഡർ ഉണ്ട്, കലക്ടറുടെ വ്യക്തമായ ഓർഡർ ഉണ്ട്. ആ ഓർഡർ ലംഘിച്ചുകൊണ്ട് നമ്മുടെ ഈ ഫ്രഷ് കട്ട് പ്രവർത്തിക്കുകയും ഇന്നലെ രാത്രിയല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അസഹ്യമായ നാറ്റം സഹിക്കവയ്യാതെ ഇവർ മാന്യമായിട്ട് ഫ്രഷ് കട്ട് കമ്പനിയിൽ കയറി ചെന്നിട്ട് നിങ്ങൾ ഇത് ഓഫ് ചെയ്യണം എന്നുള്ള ആർജവം കാണിച്ചു. അത് നമ്മുടെ അവകാശമാണ്, നമുക്ക് ഇപ്പോഴുള്ള റൈറ്റ്സ് ആണ്. കാരണം എന്ന് വെച്ചാൽ കലക്ടറും അതുപോലത്തെ അധികാരികളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഫ്രഷ് കട്ട് കമ്പനി യാതൊരു കാരണവശാലും രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കാൻ പാടില്ല. അതുപോലെ 20 ടണ്ണിന്റെ മുകളിലേക്ക് വേസ്റ്റ് കൊണ്ടുവരാൻ പാടില്ല. അതുപോലെ വേസ്റ്റായ ഫ്രഷ് അല്ലാത്ത ഒരു കഷ്ണം വേസ്റ്റ് പോലും ഫ്രഷ് കട്ട് കമ്പനിയിലേക്ക് കയറ്റാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ ഈ സമയത്തും ഈ നേരത്തും ഫ്രഷ് അല്ലാത്ത 20 ടണ്ണല്ല, 50 ടണ്ണല്ല, 100 ടണ്ണോളം വേസ്റ്റ് ആണ് ഇപ്പോഴും ഫ്രഷ് കട്ട് കമ്പനിയിലേക്ക് ഇവർ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മര്യാദയും പാലിക്കാതെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ ഇത്തരം തെമ്മാടിത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരോട് നമുക്ക് പറയാനുള്ളത്, ഇന്നലെ ഞങ്ങൾ 2 ആളുകളാണ് കയറിയത്, എന്നാൽ ഇന്ന് രാത്രിയിൽ അത് 2000-ഓളം ആളുകൾ ഫ്രഷ് കട്ട് കമ്പനിന്റെ ഉള്ളിൽ കയറുന്നൊരു താക്കീത് ഇവരോട് പറയാണ്. അത് ബഹുമാനപ്പെട്ട പോലീസും മനസ്സിലാക്കണം. കാരണം ബഹുമാനപ്പെട്ട പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കാലം വരെ ഈ 5 വർഷക്കാലം ഈ സാധു ജനവിഭാഗം സമരം ചെയ്തിട്ട് ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം മാന്യമായിട്ടാണ് ഞങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്തിട്ടുള്ളത്. സ്വന്തം വീട്ടില് സ്വന്തം വീട്ടുമുറ്റത്ത് വന്നിട്ട് ഇറങ്ങിപ്പോടാന്ന് ഞങ്ങളോട് യൂജിനും ലിബിൻ പിയൂസും അതുപോലെ ഗുണ്ടകളായിട്ടുള്ള ഷാരു ഒക്കെ പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പോടാ നായിന്റെ മോനെ, ഞങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് ഞങ്ങളെ വീട്ടില് വന്ന് വെല്ലുവിളിക്കാൻ നീ ആരോടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ 2000-ഓളം പേര് ഞങ്ങൾ ഫ്രഷ് കട്ടിലേക്ക് കയറും. ആ അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. അതിന് മാന്യമായിട്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട റൈറ്റ്സ് കലക്ടർ പറഞ്ഞിട്ടുള്ള നിയമം നിങ്ങൾ ഇവിടെ ചെയ്തോ. പൂട്ടിക്കൽ ഞങ്ങൾ പിന്നെ പൂട്ടിച്ചോളും, അതിന് ദിവസങ്ങളൊന്നുമില്ല, അടുത്ത ദിവസം തന്നെ സംഭവിക്കും. അപ്പൊ ഇന്ന് രാത്രിയിൽ ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ മണം ഒരിറ്റു മണം ഞങ്ങൾ ഏതെങ്കിലും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 2000-ഓളം ജനങ്ങളല്ല, 4000-ഓളം ജനങ്ങളായിരിക്കില്ല, അതിന്റെ പുറമെയുള്ള ജനസംഖ്യകൾ നിങ്ങൾ ഫ്രഷ് കട്ടിലേക്ക് കയറുകയും ചെയ്യും, ഇത് പൂട്ടിക്കുകയും ചെയ്യും. കാരണം നിങ്ങൾ ഒരു കാരണവശാലും ഒരു നിയമപരമായിട്ട് ഇവിടെ മുന്നോട്ട് പോകുന്നില്ല. ഇപ്പൊ ഈ സമയത്ത് ഈ ജനവിഭാഗം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ സമരം സഹകരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ തെളിവാണിത്. വർഷങ്ങളായി ഇത് സഹിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി അങ്ങോട്ടാണ് സഹിക്കേണ്ടത്? നിങ്ങൾക്ക് ഒരുപാട് ഓർഡറുകൾ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്, എല്ലാ അതോറിറ്റികളും നിങ്ങൾ പറയുന്നു, എന്നാൽ ഒരു അതോറിറ്റിന്റെയും ഒരു പേപ്പർ പോലും ഇല്ലാത്ത ഇത്രയും നിയമവിരുദ്ധമായ ഒരു കമ്പനിക്ക് ഇന്നും പ്രവർത്തിക്കാൻ ഇവിടെ പോലീസ് കൂട്ടു നിൽക്കരുത്. ബഹുമാനപ്പെട്ട പോലീസിനോട് എനിക്ക് അതാണ് പറയാനുള്ളത്. പലവട്ടം നിങ്ങൾ ഞങ്ങളെ വിളിച്ചു നോക്കുന്നുണ്ട്, രാത്രിയാവുമ്പോ ഇന്ന് സമരമുണ്ടോ, നേരെ വിളിക്കുമ്പോഴേക്ക് വിളിയാണ് 2-3 കോളുകൾ, ഇന്ന് സമരമുണ്ടോ, എന്താ നിങ്ങളെ നിലപാടെന്ന്. അത് അവർ ഫ്രഷ് കട്ടിന്റെ കമ്പനിക്കാരോട് ചോദിക്കണം. നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുണ്ടോ? ഇന്ന് സ്മെല്ല് വന്നിക്കുകയാണെങ്കിൽ ജനങ്ങൾ പ്രശ്നമുണ്ടാക്കും, നിങ്ങൾ എന്ത് പ്രവർത്തിക്കരുത് എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ടാണ് ഈ പോലീസ് കാണിക്കാത്തത്? എന്നിട്ട് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ആളുകൾ ഇവിടെ വന്നു കാഞ്ഞ് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരെ തടയാനും അവരെ തല്ലി ഓടിക്കാനും അവരെ പേരിൽ കേസെടുക്കാനും കാണിക്കുന്ന പോലീസ് കാണിക്കുന്ന ഈ ആർജവം മാന്യമായിട്ട് നിങ്ങൾ ഈ തൊഴിലിനോട് കാണിക്കണം. എങ്കിൽ തൊഴിലിനോട് കാണിക്കുകയാണെങ്കിൽ ഇന്ന് ഈ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടാനുള്ള സംവിധാനം നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓർഡർ ഉണ്ട്, ഈ ഓർഡർ നിങ്ങൾ എടുത്തൊന്ന് വായിച്ചു നോക്കൂ. കലക്ടറേറ്റ് ഓർഡറില്ലേ, അതെന്താ അവർ പാലിക്കുന്നുണ്ടോ? ഫ്രഷായ വേസ്റ്റ് ആണോ അവിടെ എത്തുന്നത്? അതേപോലെ ഇവർക്ക് കൊടുത്ത ടണ്ണുകൾ വലി കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത്? ഇതൊന്നും നിങ്ങൾ പരിശോധിക്കാതെ ഒരു സാധു ജനവിഭാഗത്തിന് നേരേക്ക് ലാത്തിയും തോക്കും വണ്ടി പോലീസുമായിട്ട് നിങ്ങൾ വന്നാൽ അത് ഞങ്ങൾക്ക് പുല്ലാണെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഞങ്ങൾ വരുന്നത് നിങ്ങളൊരു പ്രശ്നമല്ല, നിങ്ങൾ ആരെയായി കേസൊക്കെ കാണിച്ച് പേടിപ്പിക്കുന്നത്? നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കേസെടുക്കും. ഇനി ഞങ്ങൾക്ക് അതാണ് ആവശ്യം. നിങ്ങൾ കേസെടുക്ക്, നിങ്ങൾ അറസ്റ്റ് ചെയ്യ്.
ഈ 2000-ഓളം ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്. താമരശ്ശേരി സ്റ്റേഷൻ നിങ്ങൾക്ക് മതിയാതാവും. അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങളോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ. സ്വൈര്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ഒരു സാധു ജനവിഭാഗത്തിന്റെ മേലേക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത നിയമമായിട്ട് വരരുത്. നിങ്ങളെ ഞങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങളെ നിയമങ്ങളെ നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞങ്ങൾ അനുസരിക്കുന്നുണ്ട്. ഇന്ന് വരെ ഞങ്ങളുടെ ഭാഗത്ത് ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല. എന്നാൽ നാളെ തൊട്ടല്ല, ഇന്ന് രാത്രി തൊട്ട്, ഈ നിമിഷം തൊട്ട് എല്ലാ പ്രകോപനപരമായ നടപടികളിലേക്കും ഞങ്ങൾ നീങ്ങുമെന്ന് മാത്രം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സമര പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ചെയർമാൻ ബാബു കുടുക്കിലെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.